ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 2 ഏക്കർ വിസ്തൃതിയിൽ ജലസംഭരണി നിർമ്മിക്കുന്നു. ഇതിനായി 4 കോടി രൂപ ചിലവിൽ കുളം നിർമ്മാണത്തിന് തുടക്കമായി. വേനലിൽ കൃഷിക്കും വെള്ളം ഉപയോഗിക്കാനാണ് ലക്ഷ്യം. കുളം കുഴിക്കൽ ആരംഭിച്ചപ്പോൾ തന്നെ വെള്ളം കണ്ടെത്തി. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നെല്ല് കൃഷി, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവയ്ക്കും തടസ്സമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. കടുത്ത വേനലിലും കേന്ദ്രത്തിലെ പ്രവൃത്തികൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിനായി 2 ഏക്കർ വിസ്തൃതിയിലുള്ള കുളമാണ് നിർമ്മിക്കുന്നത്. മുഹമ്മദ് മോസിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 4 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനുവേണ്ടി വകയിരുത്തിയിരുന്നു. ആ 4 കോടി രൂപയുടെ മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് യാഥാർത്ഥ്യമായാൽ ഒരു അത്യാവശ്യം ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ തടാകം പോലെ വരുന്ന ഈ വലിയൊരു കുളം യാഥാർത്ഥ്യമാകുന്നത്. ഇതിന്റെ കൂടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് RIRS കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ റിസർച്ചിനും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ വലിയ സാധ്യത ഉണ്ടാവുകയും ഫാം ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾ കൂടി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാധ്യത ഉണ്ട്. കാരണം ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പരിപാടിക്ക് മാത്രമല്ല, ഒരു ഫാം സ്കൂൾ എന്നുള്ള നിലയ്ക്ക് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം കൂടിയായി ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ്. 100 വർഷത്തോടടുക്കുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട ജലവിതരണ ശൃംഖല ഉണ്ടാക്കണമെന്ന ശാസ്ത്രജ്ഞന്മാരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നെല്ലിലും പയറിലും ഉദ്യാന വിളകളിലും കേന്ദ്രത്തിൻ്റെതായ സംഭാവനകളുണ്ട്. മെച്ചപ്പെട്ടതും ഗുണനിലവാരം ഉറപ്പുള്ളതുമായ വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി കേരളത്തിലെമ്പാടുമുള്ള കർഷകർ ഈ കേന്ദ്രത്തെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ജലദൗർലഭ്യം കാരണം മതിയായ അളവിൽ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കഴിയാറില്ല. ജലസേചന സൗകര്യം ലഭ്യമായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളും കേന്ദ്രത്തിൽ നടപ്പാക്കാനാവും. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വിജയകുമാർ, കൗൺസിലർമാരായ C. സംഗീത, മോഹനൻ, റാഡ്സ് ADR ഡോക്ടർ P. രാജി, KVK മേധാവി ഡോക്ടർ സുമയ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.